മക്കളെ കേരളത്തിലെ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസിൽ കീം ത്രൂ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 5 കോളേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ CET പറ്റിയിട്ട് പറയുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് CET എന്ന് പറയുന്നത്. നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IITs, IITs ആൻഡ് NITs ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ CET നമുക്ക് ഒന്നാമതായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി CET വരുന്ന സമയത്ത് അവരുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് CSE തന്നെയാണ്. കേരളത്തിൽ കീം ത്രൂ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് CSE ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ CET ട്രിവാൻഡ്രത്തിൻ്റെ തന്നെയാണ്. പിന്നെ അവരുടെ കോർ ബ്രാഞ്ചസും കുഴപ്പമില്ല. അടുത്തായിട്ട് വന്ന് GC തൃശ്ശൂരാണ്. GC തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എനിക്ക് അവരുടെ കോർ ബ്രാഞ്ചസ് കുറച്ച് ഇത് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി അവർ EC ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ സിവിലൊക്കെ കോറിൽ അത്യാവശ്യം GC തൃശ്ശൂർ കുറച്ച് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി സ്റ്റുഡൻസായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവർക്കും CSE ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ അവർക്ക് വേറെ കുറച്ച് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എത്രത്തോളം പ്ലേസ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ള ഡൗട്ട്ഫുൾ ആണ്. വലിയ പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണില്ല. എസ്പെഷ്യലി CSEക്ക് ആയിരിക്കും ഇവിടെയും പ്ലേസ്മെൻറ്റ്സ് കൂടുതലുണ്ടായിരിക്കുക. കോറിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേസ്മെൻറ്റ്സ് ഒക്കെ GC പുള്ളി ചെയ്യാറുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് GC തൃശ്ശൂർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ TKM ആണ്. TKM ഒരു ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. TKMലേക്ക് വരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സ് എല്ലാ കോളേജിലെ പോലെ തന്നെ നമ്മുടെ CSE ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് EEC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള ഡിഫറൻറ്റ് സ്ട്രീംസ് അവിടെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് TKMൽ അവൈലബിൾ ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് TKM ഒക്കെ കൺസിഡർ ചെയ്യാം. പ്ലേസ്മെൻറ്റ്സ് സ്റ്റിൽ ഈ പറഞ്ഞോട്ട് നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞ് വരുന്ന മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്ന സമയത്ത് CSEയുടെ കേസിൽ നമ്മുടെ CET ട്രിവാൻഡ്രത്തിന് ശേഷം ഞാൻ മോഡലിനെ പ്ലേസ് ചെയ്യും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ. കാരണം CETക്ക് ശേഷം ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ്സ് ഓഫർ ചെയ്യുന്ന CSE ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നോക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാമതായിട്ട് വെക്കേണ്ട ഒരു ഓപ്ഷൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഞാൻ പറയുള്ളൂ. കാരണം CETക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സ് ആണ് മോഡലിൽ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും ഈ പറഞ്ഞ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള നീഷ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പക്ഷേ പ്ലേസ്മെൻറ്റ്സ് വലിയ രീതിയിലില്ല എന്ന് തന്നെ പറയാം. ബയോമെഡിക്കലിൽ വലിയ രീതിയിലുള്ള പ്ലേസ്മെൻറ്റ്സ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്യണം. പക്ഷേ ആ സ്ട്രീം പഠിക്കാൻ കേരളത്തിൽ മികച്ച സ്ഥാപനങ്ങളിലൊന്നും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ MEIS ആണ്. 1969 സ്ഥാപിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇവർക്കും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രീംസ് അവൈലബിൾ ആണ്. CSEയും അതുപോലെ കോർ ബ്രാഞ്ചസും പിന്നെ ന്യൂ ജൻ കോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇത്രയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള 5 എഞ്ചിനീയറിംഗ് കോളേജ്.